Hi everyone, this is me, Kasak Benjali. Once again, welcome back to my new video blog. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബില്യനേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് അനലൈസ് ചെയ്തതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു ബ്രെയിൻ ഹാബിറ്റുകളാണ്. ബ്രെയിൻ ആണല്ലോ നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോംപ്ലക്സ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ മൈൻഡിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂളിലൊന്നാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്രെയിൻ ഹാബിറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സിങ് ഫാസ്റ്റ് ആക്കാനും കൂടുതൽ അതിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് ഒബ്സർവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. 10 സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രെയിൻ ഹാബിറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യുന്ന, ബ്രെയിനിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന രീതിയിൽ കൊടുക്കാവുന്ന ബ്രെയിൻ ഫുഡുകളാണ്. നമ്മൾ കഴിക്കുന്ന പല ഫുഡിലും പല മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്, എല്ലാം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ബ്രെയിനിൻ്റെ ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന, ബ്രെയിനിൻ്റെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന, പ്രോസസ്സിങ്ങിന് കൂടുതൽ സഹായകരമാകുന്ന രീതിയിലുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് വളരെ പവർഫുൾ ആയിട്ട് സൂപ്പറായിട്ട് നിൽക്കും. എന്തൊക്കെ ഫുഡുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ട്, ഞാൻ പറയാം. അവക്കാഡോസ് നിങ്ങൾക്ക് അറിയാതെ, അതുപോലെ തന്നെ ബ്ലൂബെറീസ്, പിന്നെ ബ്രൊക്കോളി, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നല്ല മുട്ട, പ്രത്യേകിച്ച് ഒമേഗ 3 പോലുള്ള മുട്ടകൾ, പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഇലക്കറികളായിട്ടുള്ള വെജിറ്റബിൾസ്, പിന്നെ സാൽമൺ ഫിഷ് നമുക്കിവിടെ അവൈലബിൾ അല്ല, എന്നിരുന്നാൽ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾ ഉള്ള ഭക്ഷണങ്ങൾ, നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന നമ്മുടെ മസാലയിലേക്ക് അത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വാൽനട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ്, ഇങ്ങനെയുള്ള ബ്രെയിനിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, ബ്രെയിനിൻ്റെ പ്രോസസ്സിങ് കൂട്ടുന്ന, ബ്രെയിനിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഫുഡുകൾ നമ്മൾ ഒരു ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിൻ ഒരു സൂപ്പർ പവർഫുൾ ആയിട്ട് നിൽക്കും. ഇത് മാത്രമല്ല, ഇതല്ലാത്തതും ബ്രെയിൻ ഫുഡുകളുണ്ട്. ഞാൻ വളരെ ചെറിയൊരു ലിസ്റ്റ് മാത്രം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് ബ്രെയിൻ ഹാബിറ്റുകൾ ഫുഡ് പറഞ്ഞു. രണ്ടാമത്തത് കില്ലിംഗ് നെഗറ്റിവിറ്റിയാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴാണ് പോസിറ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, പോസിറ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ റോള് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിനെ നിർത്തുന്നതിലുണ്ട്. നമ്മുടെ മൈൻഡിനെ ഹാപ്പി ആക്കുന്ന, നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കി നിർത്തുന്ന കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്തുകൊണ്ടൊക്കെ നമ്മുടെ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവ് ആക്കുക. കാരണം നമ്മുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് ഇമോഷൻസ് കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രെയിൻ ഒരു നെഗറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന, നമുക്ക് നിരാശ ഉണ്ടാക്കുന്ന, സങ്കടം ഉണ്ടാക്കുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രെയിനിൻ്റെയും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെയൊക്കെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത്തരത്തിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും മൈൻഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും എപ്പോഴും കില്ലിംഗ് നെഗറ്റീവായ സാധനങ്ങൾ എപ്പോഴും അവർ അടുപ്പിക്കാതെ മാറ്റി നിർത്തും. മൈൻഡിനകത്തേക്കാണെങ്കിലും മറ്റുമൊക്കെ അടുപ്പിക്കാതെ മാറ്റി നിർത്തിയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ട് അവർക്ക് മെൻ്റൽ പവർ കിട്ടുന്ന, മെൻ്റൽ ശക്തി കിട്ടുന്ന, മെൻ്റൽ ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ, സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് മൂന്നാമത്തതാണ്, എക്സസൈസാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശരിക്കൊരു ശരീരത്തിന് മാത്രമല്ല അതിലൂടെ ഊർജ്ജം കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മസിലുകൾ പെരുക്കുക, വയറ് കുറയുക, ഇത് മാത്രമല്ല എക്സസൈസ് കൊണ്ടുകൊണ്ട് സംഭവിക്കുന്നത്. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂൾ കൂടിയാണ്. കാരണം നമ്മുടെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പീസ്ഫുൾ ആക്കുന്ന, നമ്മുടെ മൈൻഡിനെ ആരോഗ്യത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന, നമ്മളെ ഹാപ്പി ആക്കുന്ന, നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ധാരാളം ഹോർമോൺ പ്രൊഡക്ഷൻസ് നമ്മുടെ ബ്രെയിനിനകത്ത് നടക്കുന്നുണ്ട്. സെറോട്ടോണിൻ അടക്കമുള്ള ധാരാളം നല്ല ഹോർമോണുകൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ബ്രെയിൻ ഹാബിറ്റുകളിൽ ഒന്നാണ്. പിന്നെയോ ബ്രെയിൻ ന്യൂട്രീഷൻസ്, അത് ബ്രെയിനിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ, നമ്മൾ ഫുഡ് പറഞ്ഞ പോലെ തന്നെ ബ്രെയിനിന് വേണ്ടിയുള്ള ന്യൂട്രീഷൻസ് കൊടുക്കുന്ന രൂപത്തിലുള്ള ക്യാപ്സൂൾസുകൾ, അതുപോലെ തന്നെ മെഡിക്കേഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഒമേഗ 3 പോലുള്ള മുട്ട കഴിക്കുക തുടങ്ങിയൊക്കെ ബ്രെയിൻ ന്യൂട്രീഷനാണ്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള പിയർ ഗ്രൂപ്പ്സ്, നമ്മുടെ ലൈഫിൽ നമ്മളെ ഹാപ്പി ആക്കുന്നതിൽ, നമുക്ക് സന്തോഷം തരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് നമ്മുടെ കൂട്ടുകാർ തന്നെയാണ്, അല്ലേ? നമ്മളുടെ കൂട്ടുകാരെ നെഗറ്റീവായിട്ട് നമ്മളെ പരാജയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടുകാരെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് പരാജയപ്പെടും. ഒരു പഴഞ്ചൊല്ല് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, ഇഫ് യു ഹാവ് 9 ബ്ലോക്ക് ഫ്രണ്ട്സ് യു ഡോണ്ട് നീഡ് ടു സെർച്ച് ഫോർ ദ 10th one, ജസ്റ്റ് ഗോ ആൻഡ് ലുക്ക് അറ്റ് യുവർ മിറർ, യു വിൽ ഫൈൻഡ് ഇറ്റ്. അതായത് നമുക്കൊരു
9 തല്ലിപ്പൊളി പരാജയപ്പെട്ട തകർന്ന് തരിപ്പണമായ കൂട്ടുകാരുണ്ടെങ്കിൽ 10ാമത്തെ ആളെ നിങ്ങൾ എവിടെയും തിരയേണ്ട. നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് അയാളെ കണ്ടുമുട്ടാൻ കഴിയും. നമ്മുടെ കൂട്ടുകാർ, നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ, ഇവരുടെയൊക്കെ മെൻ്റൽ കപ്പാസിറ്റീസ്, ഇവർ തരുന്ന എനർജി നമ്മൾ അബ്സോർബ് ചെയ്യും. അപ്പം നെഗറ്റീവായിട്ടുള്ള കൂട്ടുകാരാണ്, നെഗറ്റീവായിട്ടുള്ള പിയർ ഗ്രൂപ്പ്സ്, അതായത് എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളതെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ വേറെ ആരും വേണ്ട, നമ്മുടെ കൂട്ടുകാർ മാത്രം മതി. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരെ ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യാനും മൈൻഡ് പ്രൊട്ടക്ട് ചെയ്യാനും എപ്പോഴും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സറൗണ്ടിങ്, ഏറ്റവും പോസിറ്റീവായ ആളുകളുടെ ഒരു കൂട്ടം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നവർ കൂടിയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ. ബ്രെയിനിനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 6ാമത്തെ ഏറ്റവും വലിയൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ എൻവയോൺമെന്റ് ആണ്. പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പല ആളുകളുടെയും ബെഡ്റൂമിലേക്ക് പോകാറുണ്ട്, വീട്ടിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പലപ്പോഴും നമ്മളൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ബെഡ്റൂമിൽ പോകുമ്പോഴേ പോലും ഒരു അൺക്ലീൻനെസ് അനുഭവപ്പെടാറുണ്ട്. ഈ ക്ലീൻനെസ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ആൻഡ് ക്ലീൻനെസ് എന്ന് പറയുന്നത് ബ്രെയിനിനെ വളരെ പോസിറ്റീവാക്കി നിർത്തുന്നതിൽ വലിയ റോളുണ്ട്. നിങ്ങളുടെ ഓഫീസാണെങ്കിലും നിങ്ങളുടെ വീടാണെങ്കിലും നിങ്ങളുടെ കാറാണെങ്കിലും എപ്പോഴും ക്ലീൻ ആയിട്ട് നല്ലൊരു സുഗന്ധം ലഭിക്കുന്ന രൂപത്തിൽ, നല്ല ഫ്രാഗ്രൻസ് ഒക്കെ കിട്ടുന്ന രൂപത്തിൽ ക്ലീനായി അറേഞ്ച് ചെയ്ത് വൃത്തിയായിട്ട് അടക്കി ഒതുക്കി വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ബ്രെയിൻ ഹാബിറ്റുകളിൽ ഒന്നാണ്. ഇനി മുതൽ മാത്രമല്ല, ദാരിദ്ര്യത്തെ പോലും നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു മെൻ്റൽ സൈക്കോളജി അതിനകത്തുണ്ട്. ഈ നിങ്ങൾ ക്ലീൻ അല്ലാതെ ഡേർട്ടി ആയിട്ടുള്ളൊരു വർക്ക് സ്പേസ്, ഡേർട്ടി ആയിട്ടുള്ള ബെഡ്റൂം, ഡേർട്ടി ആയിട്ടുള്ള കാർ, വീട്, ഇതൊക്കെയാണ് എസ്പെഷ്യലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലങ്ങൾ വൃത്തിയില്ലാത്തതാണെങ്കിൽ നമ്മൾ അതിലേക്ക് ദാരിദ്ര്യത്തെയും കൂടെ അട്രാക്ട് ചെയ്യും. സോ make yourself that you are always attracting the positive things by making your surrounding ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രെയിൻ ഹാബിറ്റാണ്. പിന്നെയോ ബ്രെയിൻ പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ ബ്രെയിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഹാബിറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുക എന്ന് പറയുന്നത് പോലീസുകാർക്ക് ഫൈൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, ചെറിയൊരു ഷോക്ക് പോലും നമ്മുടെ ഈ സ്കള്ളിനകത്ത് ചെറിയൊരു ഷോക്കോ ചെറിയൊരു വൈബ്രേഷനകത്ത് ഒന്ന് തല കറങ്ങി വീണ് കഴിഞ്ഞാൽ, ഒന്ന് തലകുത്തി വീണ് കഴിഞ്ഞാൽ, ഒന്ന് നന്നായിട്ട് തല കറങ്ങി മറിഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ ബ്രെയിനിന് അതിൽ ക്ഷതമേൽപ്പിക്കാനും ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകാനും ഒക്കെ വലിയ തോതിൽ കാരണമാണ്. അപ്പോൾ നിങ്ങളുടെ സ്കള്ളിനും തലയ്ക്കും ബ്രെയിനിനും ക്ഷതമേൽക്കാത്ത രീതിയിലുള്ള ഹാബിറ്റുകൾ ഫോളോ ചെയ്യുക, റുട്ടീൻസ് ഫോളോ ചെയ്യുക. എപ്പോഴും തലയെയും ബ്രെയിനിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രധാരണകൾ, ഹെൽമെറ്റുകൾ, പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും ബുദ്ധിപൂർവ്വമായിട്ട് നടപടി. നമ്മുടെ തലച്ചോറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റയർ യൂണിറ്റ് ഈസ് ഗോൺ മൈ ഡിയർ. അതുകൊണ്ട് തന്നെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഹെൽമെറ്റ് നാട്ടുകാർക്കും പോലീസിനും വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല, നമുക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എൻ്റെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ ഹസ്ബൻഡ് കൂടിയാണ്. അടുത്ത കാലത്ത് ചെറിയൊരു അപകടം ഉണ്ടായി. ചെറിയൊരു അപകടം ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ തലയാണ് അടിച്ചത്. ഭയങ്കര അപകടത്തിലേക്ക് പോയി. തല ചെറുതായിട്ടൊന്നും അടിച്ചിട്ടേ ഉള്ളൂ, ബാക്കി ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല, കയ്യിന് എല്ലിന് പൊട്ടലൊന്നുമില്ല. പക്ഷേ ലൈഫ് പോകുന്ന രൂപത്തിലേക്ക് ബ്രെയിനിൻ്റെ ചെറിയൊരു ക്ഷതം പോലും വലിയ അപകടത്തിലേക്ക് എത്തിക്കും. അപ്പോൾ പലരും പറയേണ്ട ഹെൽമെറ്റ് മാത്രം, ബാക്കിയെല്ലാം പോയിട്ട് ഹെൽമെറ്റ് മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? ശരിയാണ്, നമ്മുടെ ശരീരത്തിന് അപകടത്തിൽ ഒരു പക്ഷേ നമ്മുടെ മുകളിലൂടെ വണ്ടി കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യില്ല, ഓക്കെയാണ്. പക്ഷെ എന്നിരുന്നാലും ചെറിയൊരു ക്ഷതത്തിൽ നിന്ന് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ സാധിക്കും. ക്ലിയർ അല്ലേ? ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ സൗണ്ട് സ്ലീപ്പ്. നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് ഈ ഫോണും സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് ഒരു ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി മൈൻഡ് ആകെ ഇതായിട്ടാണ് പലരും ഉറങ്ങുന്നത്. പ്രത്യേകിച്ചും പ്രവാസികളായിട്ടുള്ള ആളുകൾ ഉറങ്ങുന്ന തൊട്ട് മുമ്പ് വരെ ഫോൺ ഇങ്ങനെ നോക്കി എപ്പോഴും അങ്ങ് ഉറങ്ങിപ്പോകുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾ ഉറക്കത്തെ നശിപ്പിക്കുകയാണെങ്കിൽ, ഇത് മാത്രമല്ല, നെഗറ്റീവ് ചിന്തകൾ, ഈ ചിന്ത ഇങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ഉണർത്തുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ ചെയ്യരുത്. ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോൺ മാറ്റി വെക്കണം. കാരണം ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറങ്ങാനുള്ള ടെൻഡൻസി കുറയുകയും ബ്രെയിനിൻ്റെ അവെയ്ക്കിംഗ് സെഷനിലെ ഒരു അവെയ്ക്കനിങ്ങിലായിരിക്കും എപ്പോഴും ബ്രെയിൻ ഉണ്ടാവുക. ഒരിക്കലും നല്ലൊരു സൗണ്ട് സ്ലീപ്പ് നമുക്ക് തരില്ല. അപ്പോൾ ഒരു 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് ശുദ്ധമായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ ഇന്ന് എന്തൊക്കെ സംഭവിച്ചു, ഇന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു, ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ നന്ദി പറയുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു പീസ്ഫുള്ളായ അവസ്ഥയിൽ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് സ്ലീപ്പ് കിട്ടും. കാരണം സൗണ്ട് സ്ലീപ്പ് എന്ന് പറയുന്നത് ബ്രെയിനിന് അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ്. ബ്രെയിനിന് എപ്പോഴും നല്ല ഉറക്കം, ആഴത്തിലുള്ള തീറ്റ ഡെൽറ്റ എന്നൊക്കെ പറയുന്ന കുറേ വേവ് ലെങ്ത്തുകളുണ്ട്, ബ്രെയിൻ വേവ് ലെങ്ത്തുകളുണ്ട്. അപ്പോൾ അതുപോലെ വളരെ ആഴത്തിലുള്ള ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും മൈൻഡിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും ഊർജ്ജസ്വലത, ആത്മാർത്ഥത, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതിന് വളരെ വലിയ സഹായം നൽകുന്ന ഒന്നാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ ബ്രെയിന് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ്
ന്യൂ ലേണിങ്സ്, പുതിയ പുതിയ ഹാബിറ്റുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ അവർ നേടിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വലത് കൈ കൊണ്ടാണ് നിരന്തരമായിട്ട് ബ്രഷ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്ക് ഇടത് കൈ കൊണ്ട് ചെയ്തു നോക്കുക. വലത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇടത് കൈ കൊണ്ട് ചെയ്യുക, ഇടത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വലത് കൈ കൊണ്ട് ചെയ്തു നോക്കുക. ഇങ്ങനെ അതുപോലെ തന്നെ പുതിയ പുതിയ പാഠങ്ങൾ, ചെയ്യാത്ത ഇതുവരെ ചെയ്തിരിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. പുതിയ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ നമ്മൾ ഹാബിറ്റിനനുസരിച്ചിട്ട് ചില പ്രത്യേക ഭാഗം മാത്രമായിരിക്കും ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ പുതിയ കാര്യം ചെയ്യുമ്പോൾ അതുവരെ ഉപയോഗിക്കാത്ത പല ഭാഗങ്ങളും പല ശീലങ്ങളും ഒക്കെ ഉള്ളത്. കാരണം ബ്രെയിനിൻ്റെ ഓരോ ഭാഗവും കൂടുതൽ ഫങ്ഷണൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ആളുകൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പരിശ്രമിക്കും, പുതിയ കാര്യങ്ങളിലേക്ക് പോകുകയും പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠനം നിർത്തരുത്. പുതിയ കാര്യങ്ങൾ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ലൈഫിൽ പഠിക്കും തോറും ഇതിൻ്റെ ഉപയോഗം കൂടി വരും. ലോകത്തിൽ ഉപയോഗിക്കും തോറും കപ്പാസിറ്റി കൂടുകയും ഉപയോഗിക്കും തോറും പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് നമ്മുടെ ബ്രെയിൻ മാത്രമാണ്. എത്ര ഉപയോഗിക്കുന്നോ അത്രയും അതിൻ്റെ കപ്പാസിറ്റി കൂടും. പിന്നെ പ്രധാനപ്പെട്ട ഒന്നെന്താണ്? സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. ബ്രെയിനിന് നിങ്ങൾ അധികം സ്ട്രെസ് കൊടുക്കരുത്. കാരണം ബ്രെയിനിന് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകും. സ്ട്രോക്ക് പോലുള്ള പല രീതിയിലുള്ള പല ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ബ്രെയിനിന് അമിതമായി സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്ത് പഠിക്കണം. സ്ട്രെസ് മാനേജ്മെൻറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ എവ്രി വൺസ് ലൈഫ്. സ്ട്രെസ് മാനേജ് ചെയ്യുക. അതിന് ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ, യോഗ, ഇങ്ങനെയുള്ള ഏത് കാര്യവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ 10 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. അമേസിംഗ് ആയിട്ടുള്ള ലൈഫ് റിസൾട്ട് ഉണ്ടാവും. നിങ്ങളുടെ ബ്രെയിൻ സൂപ്പർ പ്രൊഡക്റ്റീവ് ആവുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ മറക്കണ്ട, മടിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. അതുപോലെ തന്നെ ഇതുപോലെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമുകളുണ്ട്. സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാം, സെൽഫ് മാസ്റ്ററി എലൈറ്റ് എന്ന് പറയുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം, സക്സസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം, മില്ലിനിയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് ഉണ്ട്, ബിസിനസ് ബൂം എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്, സ്പിരിച്വൽ ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്, സ്പിരിച്വൽ കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയുള്ള, അതുപോലെ തന്നെ ബിസിനസ് ടൂറുകളുണ്ട്, ക്രൂയിസ് ട്രിപ്പ് ഷിപ്പിലുള്ള പ്രോഗ്രാമുകളുണ്ട്. പിന്നെ പ്രവാസികളായ ആളുകൾക്ക് ലൈവ് ഈവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമുകളായി ഓൺലൈൻ സെൽഫ് മാസ്റ്ററി, ഓൺലൈൻ സക്സസ് എഞ്ചിനീയറിംഗ്, ഓൺലൈൻ മില്ലിനിയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാമുകളുണ്ട്. ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഓൺട്രപ്രണേഴ്സിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് A to Z പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ബിസിനസ് ബൂം എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അറിയാൻ, ഇത് നിങ്ങളെ എങ്ങനെ സഹായിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ എങ്ങനെ സഹായിക്കും എന്നൊക്കെ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കി വിളിക്കുക ചെയ്താൽ മതി. ഞങ്ങളുടെ കൗൺസിലേഴ്സ് മുഴുവൻ ഡീറ്റെയിൽസ് തരും, ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് തരും. ഫ്രീ ആയിട്ടുള്ള ഡെമോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിന് അവസരങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.